the extreme value theorem means single variable. അതിൻ്റെ ഒരു sufficient condition ഉള്ളത് for functions of one variable that are continuous on a finite closed interval AB, then f has both absolute maximum and an absolute minimum on closed interval AB. Okay. അപ്പോൾ ഇത് single variable നമ്മൾ കണ്ടിട്ടുള്ളതാണ്. For functions of one variable, that is if y is equal to f of x. So curve is like this. അപ്പോൾ ഇതിനൊരു ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് ഓൺ എ ക്ലോസ്ഡ് ബൗണ്ടറി ഇന്റർവൽ എ ബി എങ്കിൽ b. And f has both an absolute maximum and an absolute minimum on closed interval a b. Absolute maximum and absolute minimum. Here it is the absolute maximum and it is the absolute minimum. Absolute maximum and absolute minimum on closed interval a b. ചിലപ്പോൾ ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആവാം. അപ്പോൾ absolute minimum is this, absolute maximum is this. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ ആവാം. Then absolute minimum and absolute maximum are same. That is parallel to x-axis. Okay. അപ്പം a function continuous on finite closed interval. Finite closed interval means it is a closed interval and its length is finite. Then f has absolute maximum and absolute minimum. ആ existence ഇവിടെ തരുന്നുള്ളതാണ്. In functions of two variables, ഇതുപോലെ extreme value theorem ഉണ്ട്. In functions of two variables, extreme value theorem. This theorem says that if f of xy is continuous on a closed and bounded set R, then f has both an absolute maximum and an absolute minimum on R. Okay. ഇതാണ് two variables extreme value theorem എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ y is equal to f of x ആയിരുന്നു അനുമാനിക്കാം. The functions of one variable, that is, it is something like y is equal to f of x. That is continuous on a finite closed interval. Finite closed interval മാറിയിട്ട് it is closed and bounded. Finite interval is bounded because length is finite means AB, that is bounded below by A and bounded above by B. അപ്പോൾ closed interval AB യുടെ ആ ഒരു പ്രത്യേകതയാണ് ഇവിടെ it is a closed and bounded set R എന്ന് പറഞ്ഞിരിക്കുന്നത്. Then f has both an absolute maximum and an absolute minimum on R. Like നമ്മൾ നേരത്തെ വരച്ചിരുന്ന പോലെ, നിങ്ങൾ ഫിഗർ കണ്ടിരുന്ന പോലെ ഈ ഫിഗർ ശ്രദ്ധിക്കുക. ഇതിന് അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം ഉണ്ട്. അതിവിടെ തന്നിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷന് സഫീഷ്യൻ്റ് ആയിട്ട് കണ്ടീഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ റീജിയൻ ബൗണ്ടഡ് ആണ്. R എന്ന് പറയുന്നത് ഇതാണ്. എന്താണിത്? ക്ലോസ്ഡ് ഇന്റർവൽ 0-1 ക്രോസ് ക്ലോസ്ഡ് ഇന്റർവൽ 0-1. എക്സിൽ 0-1, വൈയിൽ 0-1. ചുരുക്കത്തിൽ അത് റെക്ടാംഗിൾ ബൗണ്ട് ചെയ്തിരിക്കുന്നതാണ്. നമ്മളൊരു സെറ്റ് ബൗണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതിന് റെക്ടാംഗിൾ അകത്ത് നിൽക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ബൗണ്ടഡ്. ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ അതിന് ബൗണ്ടറി ഉൾപ്പെടെയുള്ള ഫേസ് ആണ്. അപ്പോൾ ഇതിന് ഈ തന്നിരിക്കുന്ന ഇപ്പോൾ ഈ ഗ്രാഫ് ബ്ലൂവിൽ കാണിച്ചിരിക്കുന്നതാണ് അതിൻ്റെ ഗ്രാഫ്. Z is equal to f of xy. അപ്പോൾ Z is equal to f of xy എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ എൻ്റെ ഗ്രാഫ് ശ്രദ്ധിക്കുക. ഇതൊരു ക്ലോസ്ഡ് ബൗണ്ടഡ് സെറ്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന് അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം കാണും. നമ്മൾ കണ്ടതാണ് അബ്സല്യൂട്ട് മിനിമം എയിലും അബ്സല്യൂട്ട് മാക്സിമം അതിൻ്റെ എൻഡിലും കണ്ടതാണ്. അപ്പോൾ ഇത് ചുരുക്കത്തിൽ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ നമുക്ക് കാണിക്കാൻ കഴിയും എന്ന് പറഞ്ഞതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ എക്സ്ട്രീം വാല്യൂ തിയറത്തിന്റെ ഏതെങ്കിലും കണ്ടീഷൻ വയലേറ്റ് ചെയ്യപ്പെട്ടാൽ ഈ റിസൾട്ട് കിട്ടണമെന്നില്ല എന്നൂടെ മനസ്സിലാക്കിക്കൊള്ളുക. കണ്ടീഷൻ എന്തൊക്കെയാണ്? എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കണം. ബ്രേക്ക് ഒന്നുമില്ലാത്ത ഒരു ഗ്രാഫാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. കണ്ടിന്യൂസ് ആയിരിക്കണം. അതുപോലെ അത് ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന എക്സും വൈയും വന്നിരിക്കുന്നത് ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് സെറ്റിൽ ആയിരിക്കണം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അതിന് അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം കാണുമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി എങ്ങനെയൊക്കെ നമുക്ക് ഈ റിലേറ്റീവ് എക്സ്ട്രീമ, അതായത് റിലേറ്റീവ് മാക്സിമം ഓർ മിനിമം നമുക്ക് കണ്ടുപിടിക്കാം? സിംഗിൾ വേരിയബിൾ നമ്മൾ കണ്ടുപിടിച്ചത് എങ്ങനെ? ഫൈൻഡിങ് റിലേറ്റീവ് എക്സ്ട്രീമ. എക്സ്ട്രീമ മീൻസ് എത്ര മാക്സിമം ഓർ മിനിമം വാല്യൂ വരുന്നത്. അപ്പോൾ സിംഗിൾ വേരിയബിൾ നമ്മൾ പറഞ്ഞതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഫംഗ്ഷൻ ജി is a one variable ഒരു ഫംഗ്ഷൻ, ഇത് ബി ജി ഓഫ് എക്സ് എന്ന് വിളിക്കാം. This has a relative extremum at a number x naught where g is
differentiable as a relative extreme വന്നിരിക്കട്ടെ at x naught. അങ്ങനെയാണെങ്കിൽ ഇവിടെ g ഡിഫറൻഷ്യബിൾ കൂടെ ആണെങ്കിൽ g is differentiable, ഡെറിവേറ്റീവ് വഴി നമുക്ക് ഇതിന്റെ എക്സ്ട്രീം കണ്ടുപിടിക്കാൻ ലോജിക് ഉണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് ആ റിലേറ്റീവ് എക്സ്ട്രീം വരുന്നിടത്ത് ടാൻജന്റിന്റെ സ്ലോപ്പ് 0 ആയിരിക്കും. ടാൻജന്റ് പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും. ദാറ്റ് മീൻസ് g of x ന്റെ ഡെറിവേറ്റീവിൽ x നോട്ട് കൊടുത്താൽ അത് 0 കിട്ടും. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതുപോലൊരു റിസൾട്ട് നമുക്ക് ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസിൽ ആലോചിക്കാം. സപ്പോസ് ദാറ്റ് f of xy has a relative maximum at a point ordered where x naught y naught, and then the partial derivatives of f x is at x naught y naught. ഇവിടെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നു at x naught എന്ന് പറഞ്ഞ പോലെ പോയിന്റ് x naught y naught f has partial derivatives. ഓക്കെ, അപ്പോൾ ഇവിടെ വേറൊരു ടൈം ഉണ്ട്, ഇത് ട്രേസ്. Geometrically that the traces of the surface നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. Geometrically traces of the surface that is equal to f of x y I want the planes, രണ്ട് പ്ലെയിൻസിലുള്ള ട്രേസസ്. ടാൻജന്റ് നമ്മൾ പറയുന്ന പോലെ ഇവിടെ സർഫസസ് ആയിരിക്കും. On the planes x is equal to x naught and y is equal to y naught have horizontal tangent lines at ordered where x naught y naught. Traces tangents വരയ്ക്കുന്ന സർഫസ് ആണ് ഇവിടെ. ഈ പറഞ്ഞിരിക്കുന്നത് ഇൻ ജോമെട്രിക്കലി ഒരു എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. മുകളിൽ പറഞ്ഞ f of x y has a relative maximum at a point x naught y naught and the partial derivatives of f x is at x naught y naught എന്ന് പറഞ്ഞാൽ geometrically the traces of the surface z is equal to f of x y on the planes x is equal to x naught y is equal to y naught have horizontal tangent lines at ordered where x naught y naught. That means അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിന്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ x naught പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നു, അതിന് ഹൊറിസോണ്ടൽ ടാൻജന്റ് ലൈൻ ഉണ്ടെന്ന് പറഞ്ഞാൽ f of xy യുടെ x naught y naught പോയിന്റിൽ at x നുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് 0 ആവും. ആൻഡ് സിമിലർലി f of xy യുടെ x naught y naught yക്കുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് 0 ആവും. ഇത് നമുക്ക് കണ്ടീഷൻസ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ മുമ്പ് ഇതിന്റെ ഫിഗർ ആ ട്രേസസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. കാര്യം ഇതാണ്, എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് ഈ പോയിന്റിലാണ് പറഞ്ഞത്. എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എക്സിൽ ഇവിടെ ഒരു എക്സ് നോട്ട്, ഹിയർ എക്സ് നോട്ട്. അപ്പോൾ ഈ ഒരു ലൈൻ കണ്ടല്ലോ, ഇവിടെ മുഴുവൻ എക്സ് നോട്ട് ചേഞ്ച് ചെയ്യാതെ വരും. എക്സ് വൈ പ്ലെയിനിൽ ഇസഡ് 0 ആയിരിക്കും, പിന്നെ വൈ മാറിക്കൊണ്ടിരിക്കും. വൈ നോട്ട് എന്ന് പറയുന്നത് ഇവിടെ ഒരു പോയിന്റ് വൈ നോട്ട്, ഇത് ഇങ്ങനെ ലൈൻ വൈ നോട്ട് ഉണ്ട്. എക്സ് നോട്ട് വൈ നോട്ട് ഇന്റർസെക്റ്റിംഗ് പോയിന്റ്. ബട്ട് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ടിലെ ട്രേസ് എന്ന് പറയുന്നത് ഇതാണ്, ഈ വരച്ചിരിക്കുന്ന ബ്ലൂ ആണ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ടിലെ ട്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ അതിനൊരു ഹൊറിസോണ്ടൽ ടാൻജന്റ് ഉണ്ട്, അതാണ് ഇത്. അതുപോലെ y ഇസ് ഈക്വൽ ടു വൈ നോട്ടിന് ഒരു ട്രേസ് ഉണ്ട്, അതാണ് ഈ ബ്ലൂ കാണിച്ചിരിക്കുന്നത് ഇത്. അവിടെ അതിനൊരു ടാൻജന്റ് അവിടെ ഹൊറിസോണ്ടൽ ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഇത് രണ്ടിനും അറ്റ് എക്സ് നോട്ട് വൈ നോട്ടിൽ ടാൻജന്റ് എക്സിസ്റ്റ് ചെയ്യുന്നു. അതാണ് എഫ് എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ടും അതുപോലെ എഫ് വൈ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. രണ്ടും എക്സിസ്റ്റ് ചെയ്യണം, എഫ് എക്സും എഫ് വൈയും. അപ്പോൾ എക്സ് നോട്ട് വൈ നോട്ടിൽ എഫ് എക്സ് എഫ് വൈ എക്സിസ്റ്റ് ചെയ്യുമ്പോഴാണ് അവിടെ രണ്ടിനും ആ ടാൻജന്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് എഫ് എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് എഫ് വൈ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് 0 ആയിരിക്കും. അപ്പോൾ അവിടെ ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ട്രേസ് എന്ന് പറയുന്നത് ഈ കാണുന്ന പ്ലെയിൻ ആണ്. റിലേറ്റീവ് മിനിമത്തിനും ഇങ്ങനൊരു കണ്ടീഷൻ ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുക. നമുക്ക് വൺ സിംഗിൾ വേരിയബിൾ ഉള്ളതുപോലെ ഇവിടെ ഒരു തിയറം റിലേറ്റീവ് എക്സ്ട്രീമ വരുമ്പോൾ സംഭവിക്കാവുന്നത് പറയാൻ കഴിയുന്ന ഇതാണ്. ഇഫ് എഫ് ഹാസ് എ റിലേറ്റീവ് എക്സ്ട്രീമം അറ്റ് എ പോയിന്റ് x0 y0
all of, and if the first order partial derivatives of fx is at this point, then fx at x naught y naught is equal to 0, and fy at x naught y naught is equal to 0. Okay, g dash of x naught is equal to 0 at x naught. Here at x naught y naught, fx at x naught y naught is equal to 0. That is x naught y trace in parallel tangent. Okay, parallel tangent. Fy at x naught y naught 0 means at x naught y naught trace in parallel tangent. Figure here fx at x naught y naught is equal to 0 means at x is equal to x naught the trace ആണ് നമ്മൾ ഈ കാണുന്ന box. This parallel to yz plane. Okay. അതിന് അവിടെ നമ്മൾ നോക്കിയാൽ ഒരു horizontal tangent ഉണ്ട്. That is fx at x naught y naught is equal to 0. fy at x naught y naught is equal to 0 means നോക്കുക ഇവിടെ മറ്റൊരു trace കാണാം. That is parallel to xz axis. That is y is equal to y naught trace. അവിടെ parallel ആയിട്ടൊരു tangent നമുക്ക് കാണാം. അതിന് parallel ആയിട്ട്. That means there is fy x naught y naught is equal to 0. Partial derivatives of f with respect to y at x naught y naught is equal to 0. Similarly, നമുക്ക് ഇവിടെ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ റിലേറ്റീവ് എക്സ്ട്രീമം കണ്ടുപിടിക്കുന്നത്? വൺ വേരിയബിൾ നമ്മൾ എന്താ പറഞ്ഞെന്ന് ആലോചിക്കുക. അതുപോലെ റിലേറ്റീവ് എക്സ്ട്രീമം വരുന്ന പോയിന്റ്സിനെ നമ്മൾ അവിടെ വൺ വേരിയബിൾ വിളിച്ച പേരാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ് ഓർ ക്രിട്ടിക്കൽ നമ്പേഴ്സ്. ഇവിടെ നമ്പേഴ്സ് തന്നെ പറയാം, ഇവിടെ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയാം. ക്രിട്ടിക്കൽ നമ്പേഴ്സ് എന്തായിരുന്നു? ക്രിട്ടിക്കൽ നമ്പേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് വൺ വേരിയബിൾ are those values of x in the domain of f at which f dash of x is equal to 0. Or ഒരു കണ്ടീഷൻ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ f dash of x 0 വരുന്നിടത്താണ് x എന്ന് പറയുന്ന പോയിന്റ് ക്രിട്ടിക്കൽ നമ്പർ നമ്മൾ പറയുന്നത്. ഓർ എവിടെയാണോ f ഡിഫറൻഷ്യബിൾ ആകാത്തത്, f is not differentiable, ഇതാണ് ക്രിട്ടിക്കൽ നമ്പർ. ഫോർ എക്സാമ്പിൾ നമ്മൾ പല ഗ്രാഫുകൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു ഗ്രാഫിൽ ശ്രദ്ധിച്ചാൽ ഇങ്ങനെ ഒഴികട്ടെ, ഇവിടെ f dash of x 0 ആവും, കാരണം ടാൻജന്റ് പാരലൽ ടു x ആക്സിസ് വരും. ഇവിടെയും ടാൻജന്റ് പാരലൽ ടു x ആക്സിസ് വരും. അപ്പോൾ ഇത് റിലേറ്റീവ് എക്സ്ട്രീമ വരുന്നത്, ഇത് മാക്സിമം ഇത് മിനിമവും. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇവിടെ ഒരു മാക്സിമം വരും, ബട്ട് അവിടെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് മനസ്സിലാക്കാം. കാരണം കുറെ പെട്ടെന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ f dash of x 0 ആകുന്നിടത്ത് ഈ രണ്ട് പോയിന്റ്സ് എ ആൻഡ് ബി, ഇവിടെ റിലേറ്റീവ് എക്സ്ട്രീം വരുന്നുണ്ട്. ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ നമ്പർ കിട്ടുന്നുണ്ട്. ഇവിടെയും നമ്പർ കിട്ടും. f is not differentiable. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി വരുന്നതാണ്. ഇതുപോലെ നമുക്ക് രണ്ട് വേരിയബിളിലേക്ക് ഈ ഡെഫിനിഷൻ എക്സ്റ്റെൻഡ് ചെയ്താൽ a point ordered where x naught y naught in the domain of a function f of x y is called a critical point of the function if ഒന്നുകിൽ അവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ partial derivative at x naught y naught with respect to x is equal to 0 and partial derivative at x naught y naught with respect to y is equal to 0. നേരത്തെ നമ്മൾ കണ്ട ഫിഗർ ഓർക്കുക. ഓർ ഇത് രണ്ടും ഒന്നുകിൽ 0 ആണ്, അപ്പോഴാണ് നമ്മൾ രണ്ട് ടാൻജൻസ് അവിടെ കണ്ടത്, രണ്ട് ട്രേസസിനിടയ്ക്ക്. ഈ കണ്ട ഫിഗർ ഓർക്കുക. ഇവിടെ x naught y naught ഈ പറഞ്ഞ പോലെ റിലേറ്റീവ് എക്സ്ട്രീമും ഉണ്ട്, പ്രത്യേകിച്ച് ഇവിടെ മാക്സിമം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ഈ x naught y naught, ഈ ഫിഗറിൽ കാണുന്ന x naught y naught ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. അവിടെ fx at x naught y naught 0 ആണ്, fy at x naught y naught 0 ആണ്.
ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സിൽ ഏതെങ്കിലും ഒന്ന് എക്സിസ്റ്റ് ചെയ്യത്തില്ല, ഇല്ലെങ്കിൽ രണ്ടും എക്സിസ്റ്റ് ചെയ്യത്തില്ല. പാർഷ്യൽ ഡെറിവേറ്റീവ് ഒരെണ്ണമെങ്കിലും അവിടെ സംഭവിക്കുന്നില്ലെങ്കിൽ അവിടെയും ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടാകാം. ഓക്കെ, one or both partial derivatives do not exist at x naught y naught. മനസ്സിലാക്കുന്ന കാര്യം, ഈ ഡെഫിനിഷനിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റിലേറ്റീവ് എക്സ്ട്രീം ഒക്കർ ചെയ്യുന്നത് ക്രിട്ടിക്കൽ പോയിന്റ്സിലാണ്. നമ്മൾ വൺ വേരിയബിൾ പറഞ്ഞതുപോലെ ക്രിട്ടിക്കൽ പോയിന്റ്സിലാണ് റിലേറ്റീവ് എക്സ്ട്രീം എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ റിലേറ്റീവ് മാക്സിമം ഓർ മിനിമം ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് സിംഗിൾ വേരിയബിൾ പറഞ്ഞ പോലെ ആദ്യം ക്രിട്ടിക്കൽ പോയിന്റ്സ് ഫൈൻഡ് ചെയ്യുക, എന്നിട്ട് ആ ക്രിട്ടിക്കൽ പോയിന്റ്സിൽ റിലേറ്റീവ് മാക്സിമം മിനിമം ആകാം, അതിൽ ഏതാണ് സംഭവിക്കുന്നതെന്ന് പിന്നീട് മനസ്സിലാക്കുക. ഓക്കെ, പക്ഷേ ചില എക്സെപ്ഷണൽ കേസ് ഉണ്ട്. നമ്മൾ സിംഗിൾ വേരിയബിൾ കണ്ടിട്ടുള്ളതാണ്. ഇൻഫ്ലക്ഷൻ പോയിന്റ് വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. കോൺവെക്സ് അപ്വേഡിൽ നിന്ന് കോൺവെക്സ് ഡൗൺവേഡിലേക്കുള്ള ചേഞ്ച് ഒക്കെ വരുന്ന സമയത്ത് അവിടെ ഇങ്ങനെയൊക്കെയുള്ള ഗ്രാഫുകൾ വന്നു കഴിഞ്ഞാൽ ഈ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയും. അവിടെ റിലേറ്റീവ് മാക്സിമം മിനിമം എക്സിസ്റ്റ് ചെയ്ത്, പക്ഷെ ക്രിട്ടിക്കൽ പോയിന്റ് ചിലപ്പോൾ കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതിനകത്ത് താഴത്തെ ഫിഗേഴ്സ് ശ്രദ്ധിക്കുക. ഇവിടെ കണ്ടില്ലേ, റിലേറ്റീവ് മാക്സിമോ മിനിമോ ഇല്ല, പക്ഷേ ഈ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനിൽ ടാൻജന്റ് പാരലൽ ടു എക്സ് ആക്സിസ് വരികയും ഡെറിവേറ്റീവ് 0 വരും. അപ്പോൾ ഡെറിവേറ്റീവ് 0 ആവുക എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടും. ക്രിട്ടിക്കൽ പോയിന്റ് വരുന്നിടത്ത് റിലേറ്റീവ് മാക്സിമം മിനിമം വരാത്ത സിറ്റുവേഷൻസ് സിംഗിൾ വേരിയബിളിലുണ്ട്. ഇവിടെ അതുപോലെ തന്നെയാണ്. ഈ 2, 4 ഫിഗേഴ്സ് വന്നിരിക്കുന്നത് അവിടെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത കേസാണ്. ബിക്കോസ് ടാൻജന്റ് ഈസ് പെർപെൻഡിക്കുലർ ടു എക്സ് ആക്സിസ്. അപ്പോൾ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഇതിന്റെ സ്ലോപ്പ് കനോട്ട് ബി ഡിഫൈൻഡ്. ഈ രണ്ട് സാഹചര്യങ്ങൾ, അപ്പം കനോട്ട് ബി ഡിഫൈൻഡ് വരുന്ന സാഹചര്യത്തിലും അപ്പം ക്രിട്ടിക്കൽ പോയിന്റ് നമ്മൾ പറയാറുണ്ടല്ലോ, ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്തപ്പോഴും. അപ്പോൾ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്തപ്പോഴും 2, 4 ഫിഗേഴ്സ്, ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നു 0 ആകുന്നു 1, 3 ഫിഗേഴ്സ് താഴത്തെ നിരയിൽ, അവിടെ യഥാർത്ഥത്തിൽ ആ റിലേറ്റീവ് മാക്സിമം മിനിമം ഇല്ല. ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് റിലേറ്റീവ് മാക്സിമം മിനിമം ഇല്ലാത്ത കേസും ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് മാക്സിമം മിനിമം വരുന്നതുമുണ്ട്. അതാണ് നമ്മുടെ മേളത്തെ നിരയിൽ 2, 4 ഫിഗേഴ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് നോട്ടിൽ ഈ 2ലും 4ലും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യത്തില്ല, പക്ഷെ അവിടെ അതിന് മാക്സിമവും മിനിമവും ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. എന്ന് പറയുന്നത് പോലെ ഇവിടെ ഡബിൾ വേരിയബിൾ അല്ലെങ്കിൽ 2 വേരിയബിൾ വരുന്ന കേസിലും ഇതുപോലെ ക്രിട്ടിക്കൽ പോയിന്റ് വരാം, പക്ഷെ അവിടെ നമുക്ക് റിലേറ്റീവ് മാക്സിമമോ മിനിമമോ കിട്ടണമെന്നില്ല. അങ്ങനെ വരുന്ന x0 y0 പോയിന്റിനെ ഡബിൾ വേരിയബിളിൽ വിളിക്കുന്ന പേരാണ് സാഡിൽ പോയിന്റ്. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദിസ് ഫിഗർ. ഇത് f of xy is equal to y square minus x square എന്ന് പറയുന്ന ഒരു സർഫസ് ആണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ ദാണ്ട ഈ 0, 0ലാണ് y z ആക്സസ് വരച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. x y z ഇത് 0, 0 എന്ന് പറയുന്ന പോയിന്റ് ആണ്, ഒറിജിൻ ആണ്. അറ്റ് 0, 0യിൽ xy നോക്കിയാൽ മതി, xy അറ്റ് 0, 0യിൽ ഇതിന് ടാൻജന്റ് ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു x at x0 y0 അല്ലെങ്കിൽ അറ്റ് 0, 0 ആൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് y, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y at 0, 0 രണ്ട് 0 ആണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ എക്സ് വൈയുടെ ട്രേസ് എന്ന് പറയുന്നത്, എക്സിന്റെ ട്രേസ്, ഈ ഒരു ട്രേസ് ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ ട്രേസ് ഉണ്ടല്ലോ, ഇത് ചുരുക്കത്തിൽ എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രേസ് ഏത് ആക്സിസ് ആണ്? ഇത് വൈ ആക്സിന് കറസ്പോണ്ടിങ് വൈ ആക്സിസ് അറ്റ് 0, 0യിൽ. ഓക്കെ, ഈ ട്രേസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ടാൻജന്റ് ഉണ്ട്, എക്സ് ആക്സിസ് ആണ് ടാൻജന്റ്, അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എഫ് എക്സ് അറ്റ് അല്ലെങ്കിൽ തന്നെ ഇവിടെ നമ്മൾ നോക്കിയാൽ എഫ് എക്സ് ഈസ് -2x, എഫ് എക്സ് അറ്റ് 0, 0 എന്ന് പറയുമ്പോൾ 0 ആണ്. അതുപോലെ ഇങ്ങോട്ട് ട്രേസ് ശ്രദ്ധിച്ചാൽ ആ ട്രേസിന്റെ ടാൻജന്റ് എന്ന് പറയുന്നത് വൈ ആക്സിസ്, എഫ് വൈ നോക്കുമ്പോൾ ദാറ്റ് ഈസ് 2y അറ്റ് 0, 0യിൽ അതും 0 ആണ്. ചുരുക്കത്തിൽ ക്രിട്ടിക്കൽ പോയിന്റ് ആണ് 0, 0. പക്ഷെ ഇവിടെ വേറൊരു കാര്യം നമ്മൾ നോക്കിയാൽ ഇവിടെ ആക്ച്വലി
മാക്സിമം മിനിമം ഇല്ല. കാരണം നമ്മൾ ഇതുവഴി നോക്കുമ്പോൾ ഇതൊരു മാക്സിമം പോയിന്റ് ആണ് ഇങ്ങനെ നോക്കുമ്പോൾ. പക്ഷെ നേരെ തിരിച്ച് ഇതുവഴി നോക്കിയാൽ ഇതിന്റെ നെയ്ബർഹുഡ്സ് നോക്കിയാൽ അതാണ് കണ്ടോ ഇതൊരു മിനിമം പോയിന്റ് ആണ്. ഇവിടെ മാക്സിമം മിനിമം ഇല്ല എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ഇതുവഴി നോക്കുമ്പോൾ ഇത് നെയ്ബർഹുഡിൽ ഈ പോയിന്റ്സ് മുഴുവൻ വരുമല്ലോ. ആ നെയ്ബർഹുഡ് പോയിന്റ്സ് നോക്കുമ്പോൾ ഈ 0,0യിൽ എഫ് വാല്യൂ എന്ന് പറയുന്നത് മാക്സിമവും മിനിമവും തോന്നും. അങ്ങനെയുള്ള പോയിന്റ്സിനെ വിളിക്കുന്ന പേരാണ് സാഡിൽ പോയിന്റ്സ്. ചുരുക്കത്തിൽ ഇവിടെ കിട്ടുന്നത് സാഡിൽ പോയിന്റ് ആണ് എന്ന് മനസ്സിലാക്കാം. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇതായിരുന്നു, എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് -2x പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y എന്ന് പറയുന്നത് 2y ആണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ അറ്റ് 0,0യിൽ എഫ് എക്സ് എന്ന് പറയുന്നത് -2 × 0 ദാറ്റ് ഈസ് 0 കിട്ടിയത്. ആൻഡ് അറ്റ് 0,0യിൽ എഫ് വൈ എന്ന് പറയുന്നത് 2 × 0 കാരണം ബിക്കോസ് y is 0. 2 0 കിട്ടും. നേരത്തെ പറഞ്ഞതനുസരിച്ച് അത് രണ്ടും 0 കിട്ടുമ്പോഴാണ് നമ്മൾ അതിനെ ഡെഫിനിഷൻ വഴി ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പഠിച്ചത്. ഇത് രണ്ടും 0 ആയാൽ x at x0 y0 0 and fy at x0 y0 0 ക്രിട്ടിക്കൽ പോയിന്റ് ആണെന്നുള്ള ഒരു കണ്ടീഷൻ അതാണ്. പക്ഷേ നമ്മൾ കണ്ടു ആ ഫിഗറിൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നോക്കും മാക്സിമം കാണാം, ഇവിടെ നോക്കും ആ പോയിന്റിൽ എഫിന് മിനിമവും കാണാം. therefore അവിടെ റിലേറ്റീവ് മാക്സിമം മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. Here 0,0 is called a saddle point of f. Okay. So എന്താണ് saddle point? In general, we say that a surface Z is equal to f of xy has a saddle point at x0 y0 if there are two distinct vertical planes points such that trace of the surface one of the planes has a relative maximum at x0 y0 and the trace in the other has a relative minimum at x0. Okay, നമ്മൾ ആ ഫിഗറിൽ കണ്ടത് പ്രകാരം ഇതാണ്. അതുകൊണ്ട് ഇവിടെ എക്സ് ആക്സിന് വെച്ചുകൊണ്ട് ട്രേസ് എന്ന് പറയുന്നത് റെഡ് ലൈനിൽ കൂടി വരുന്നതാണ്. അപ്പോൾ അവിടെ ഒരു ട്രേസ് എന്ന് പറഞ്ഞാൽ അതിൽ കൂടി വരുന്ന ഒരു ഛേദം വരും. അത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ റിലേറ്റീവ് മാക്സിമം വരുന്നത്. പക്ഷേ വൈ ആക്സിൽ കൂടെ നോക്കിയാൽ ട്രേസിൽ റിലേറ്റീവ് മിനിമം ആണ് വരുന്നത്. അതുകൊണ്ടാണ് 0,0 ഇവിടെ കിട്ടിയത് സാഡിൽ പോയിന്റ് ആണ് നമുക്ക് പറയാം. സാഡിൽ പോയിന്റിന്റെ ഡെഫിനിഷൻ ആണ് ചുരുക്കത്തിൽ നമ്മളോട് എഴുതിയത്. സർഫസ് that is equal to f of xy has a saddle point at x0 y0 if there are two distinct vertical planes, x-ലും y-ലും നമ്മൾ കണ്ട vertical planes through this point such that the trace of the surface in one of the planes has a relative maximum at x0 y0 and the trace in the other has a relative minimum at ordered where x0 y0. Okay. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എങ്ങനെ നമുക്ക് സിംഗിൾ വേരിയബിളിൽ പറഞ്ഞ പോലെ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടുന്നു. ആ ക്രിട്ടിക്കൽ പോയിന്റിൽ റിലേറ്റീവ് മാക്സിമം ആണോ മിനിമം ആണോ എന്നൊക്കെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, അല്ലെങ്കിൽ സാഡിൽ പോയിന്റ് ആണ് എന്നെങ്ങനെ അറിയാൻ കഴിയും. അതിന് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ ഇവിടെ ടെസ്റ്റ് ഉണ്ട്. ഇവിടെ സെക്കൻഡ് പാർഷ്യൽ ടെസ്റ്റ് നമ്മൾ നേരത്തെ സിംഗിൾ വേരിയബിൾ പറഞ്ഞിട്ടുള്ളത് പോലെ ഡബിൾ വേരിയബിൾ സെക്കൻഡ് പാർഷ്യൽ ടെസ്റ്റിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ട് വരും. ഓക്കെ.